ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എത്ര പഴകിയ സ്വിച്ച് ബോർഡ് ആയാലും തന്നെ ഇതുപോലെ മാജിക് പോലെ പള തിളങ്ങാനായിട്ട് ഞാനൊരു ടിപ്പ് ഇതിൽ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്ര പഴയ സ്വിച്ച് ബോർഡ് ആയാലും തന്നെ എന്തൊക്കെ കറ അതിൽ പിടിച്ചിട്ടുണ്ടെങ്കിലും തന്നെ നല്ല പള തിളങ്ങും. അതുപോലെ തന്നെ ഇത് ഒരു പ്രാവശ്യം ചെയ്തു കൊടുത്താൽ മാസങ്ങളോളം നിങ്ങൾക്ക് ഇത് വൃത്തിയായിട്ട് ഇതുപോലെ തന്നെ ഇരിക്കാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് ഞാനിവിടെ വാസ്ലിൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വാസ്ലിൻ എടുത്തിട്ട് ഞാനൊരു ബ്രഷ് കൊണ്ടിട്ട് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് പുരട്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പുരട്ടി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാം. കാര്യം ഇതൊരു പശപ്പശപ്പ് പോലെ നമ്മളെ കയ്യിലൊക്കെ പിടിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്വിച്ച് ബോർഡിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുകയാണ്. ഈ സ്വിച്ച് ബോർഡ് ഇങ്ങനെ ഇരിക്കാനായിട്ട് കാരണം ഇതെനിക്ക് കിച്ചണിലാണ് ഈ സ്വിച്ച് ബോർഡ് വരുന്നത്. അതും സ്റ്റൗവിൻ്റെ മുകൾ ഭാഗത്താണ് ഈ സ്വിച്ച് ബോർഡ് പിടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കറ ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. എണ്ണക്കറയും ഇതും എല്ലാം അതിനകത്ത് പിടിച്ച് നല്ലപോലെ അതിനകത്ത് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ഈ സ്വിച്ച് ബോർഡിൻ്റെ ഈ താഴെ കാണുന്ന ആ ഒരു വലിയ സ്വിച്ചില്ലേ, ആ സ്വിച്ചിനകത്തായിരുന്നു നമ്മൾ മോട്ടർ ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അത് കംപ്ലൈൻ്റ് ആയി വന്നപ്പോൾ നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു വയറിങ് ചെയ്യുന്ന ചേട്ടനെ കൊണ്ടിട്ട് നമ്മൾ മോട്ടറിൻ്റെ സ്വിച്ച് സെപ്പറേറ്റ് ആയിട്ട് ആക്കിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് നമുക്ക് സ്വിച്ച് ബോർഡ് ഇങ്ങനെ സ്റ്റവിന് മുകളിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ എണ്ണക്കറയൊക്കെ പിടിച്ചിട്ട് ഇത്രയും ഇങ്ങനെ കരി പിടിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അല്ലാതെ വൃത്തിയാക്കാത്തോണ്ടൊന്നുമല്ല. നമ്മൾ എത്ര ചെയ്താലും നമുക്ക് ഇതുപോലെ ഇങ്ങനെ എണ്ണക്കറ തെറിച്ചിട്ടാണ് ഇതുപോലെ ആകുന്നത്. അപ്പോൾ വാസ്ലിൻ നമ്മൾ ഇതുപോലെ പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്കത് വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അന്നേരം തന്നെ ഞാനൊരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടും തന്നെ ഈർപ്പം ഇതിനകത്ത് ഈ സ്ക്രബ്ബറിനകത്ത് ഇരിക്കാനായിട്ട് പാടില്ല. കാര്യം ഇത് സ്വിച്ച് ബോർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൽ ഈർപ്പമൊക്കെ തട്ടി അതിന് ഈർപ്പമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സ്വിച്ചൊക്കെ ഇടുന്ന സമയത്ത് എർത്തടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒട്ടും തന്നെ ഈർപ്പം ഇല്ലാതാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഞാൻ ആ വാസ്ലിൻ പുരട്ടി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം കണ്ടതിലും വെച്ചിട്ട് ആ സ്വിച്ച് ബോർഡിൻ്റെ വ്യത്യാസം ഇതിൽ നല്ലതുപോലെ മനസ്സിലാവുന്നതായിരിക്കും. വലിയ ജോലിപ്പാടൊന്നുമില്ല. വാസ്ലിൻ പുരട്ടി കൊടുത്തിട്ട് ഞാൻ ഇച്ചിരി നേരം പോലും ഞാൻ വെച്ചിട്ടില്ലായിരുന്നു. അന്നേരം തന്നെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ട് അന്നേരം തന്നെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഇതിനകത്ത് ഇത്രയും എണ്ണക്കറയും ഈ അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ട് ഉരച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത്രയൊന്നും അഴുക്കില്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താലും മതിയെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഒരു കോട്ടൻ്റെ തുണി തന്നെ വെച്ചിട്ട് വാസ്ലിൻ ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് തുടച്ചു കൊടുത്താലും മതിയാവും. വാസ്ലിൻ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതുപോലെ നമുക്ക് ഈർപ്പം തൊടാതെ ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം കോൾഗേറ്റിൻ്റെ പേസ്റ്റ് സ്വിച്ച് ബോർഡിൽ ഫുള്ളായിട്ട് ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു തുണി വെച്ചിട്ടോ സ്ക്രബ്ബർ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ഉരച്ച് എടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടിട്ടായാലും നമുക്ക് ഉരച്ചെടുത്താലും മതി. അതും ഇതുപോലെ തന്നെ സ്വിച്ച് ബോർഡ് നല്ല ക്ലീൻ ആയി കിട്ടാനും നല്ല ഹെൽപ്ഫുള്ളാണ്. ഇപ്പം ഞാനിവിടെ വാസ്ലിൻ എൻ്റെ കയ്യിൽ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു വാസ്ലിൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വാസ്ലിൻ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകല്ലേ. നല്ല മാജിക് പോലെ ഇവിടെ സ്വിച്ച് ബോർഡ് പള തിളങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് കാണിക്കുകയാണ്. അപ്പോൾ ആദ്യം കണ്ടതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? വലിയ ബലപ്രയോഗമോ ഒന്നും തന്നെ ഇതിൽ ചെയ്തിട്ടില്ല. വാസ്ലിൻ ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുന്നു. അതിനുശേഷം സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചിട്ടൊന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കുന്നു. അതിനുശേഷം ഒരു തുണി വെച്ചിട്ട് അതൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അതിൽ ചെറിയൊരു പശപശപ്പ് പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കിട്ടാനായിട്ടാണ് ലാസ്റ്റായിട്ട് ഞാൻ ഈ തുണി വെച്ചിട്ടും കൂടെ ഒന്ന് ആ വിടവിലൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആ പിശുക്കൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിനകത്ത് നല്ലതുപോലെ മാറി കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ കറയൊക്കെ പിടിച്ചിട്ട് തുടച്ച് വൃത്തിയാക്കാൻ പാടുള്ള സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. വളരെ എളുപ്പമുള്ള ടിപ്പാണ്. വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് പോലും എനിക്കായില്ല ഇത് വൃത്തിയാക്കി എടുക്കാനായിട്ട്. അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. അപ്പം എനിക്കിത് കണ്ടിട്ട് ശരിക്കും ഞാൻ നെട്ടിപ്പോയെന്ന് വെച്ചാൽ നെട്ടിപ്പോയി. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് വാസ്ലിൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ്. ഇപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.